രമ്യമായ വനത്തിൽ താമസിക്കുന്നവളെ, വനപ്രിയവാസിനി, അതിഷ്ടവിഹാരമായിട്ടുള്ളവളെ, ഹാസരതെ, ഹാസ്യവിലാസത്തിൽ പ്രീതിയുള്ളവളെ, ഹാസോ ഉന്മാദകരീചമായ, ഏതാളിനെയും മയക്കുന്നത് ഹാസ്യമാണ്. അതുകൊണ്ട് ഹാസ്യം രസത്തിൽ ഔന്നത്യത്തിലുള്ളതാണ്. ശൃംഗാരമാണ് രസോ വൈ സഹ എന്നതിൽ രസത്തിൻ്റെ ശൃംഗമായി പറയുന്നതെങ്കിലും രസത്തിൽ മായാമയമായിരിക്കുന്നത് ഹാസ്യമാണ്. ഹാസോ ഉന്മാദകരീചമായ, അറിവ് ഏറ്റവും ഔന്നത്യത്തിലെത്തുമ്പോൾ മാത്രമേ ഹാസ്യം ഉണ്ടാവൂ. മറ്റുള്ളവരെ തമാശയാക്കാനും സ്വയം തമാശ കാണിക്കാനും ഉള്ള അവസ്ഥയിലേക്കൊരാൾ എത്തണമെങ്കിൽ അറിവ് അത്രയുണ്ടാവണം. ചില ആളുകളോട് വർത്തമാനം പറഞ്ഞിരുന്നാൽ അവരാകെ തമാശയാക്കി വിടും. ആകെ കാണിച്ചു കൂട്ടുന്നവർക്ക് ഒരു തമാശയായിരിക്കും. ഇത്തരക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല, ഉണ്ടോ? അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയൊക്കെ പൂട്ടി. അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തമാശയായിരിക്കും. അതിൻ്റെ കൂടെ അവർ ജീവിതം തന്നെ തമാശയായി കളിച്ചു കളയും. അവസാനമാണ് നമ്മളറിയാം നമ്മുടെ കാര്യമൊന്നും നടന്നില്ല, ഇത്രയേ ഉള്ളൂ നടക്കാനെന്ന് അവർ പഠിപ്പിച്ചു വിടുകയും ചെയ്യും. നടക്കുന്നതൊന്നും നമ്മളിലൂടെയല്ല, അവർക്കെല്ലാം ഒരു തമാശയാണ്. എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞാലും അവർ ചിരിക്കും. ശരിയല്ല, കണ്ടിട്ടില്ല? വളരെ കാര്യമൊക്കെ ചെന്ന് പറയാണ്, വലിയ ഒരുപാട് ഭീതിയൊക്കെ വരുന്ന കാര്യമാണ് പറയുന്നത്. അവരാകപ്പെടെ തമാശ പോലെയാണ് എടുക്കുന്നത്. ദേഷ്യം വരും ചിലപ്പോൾ അല്ലേ. ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന കൂട്ടർ അല്ലേ. കുടൽ വലിച്ചു പറിച്ച് മുമ്പിൽ കാണിച്ചു കൊടുത്താൽ ഉടനെ അത് വാഴനാരാണെന്നുള്ള മട്ടി സംസാരിക്കുന്നവർ. ദേഷ്യം വരുമോ? ചില ആളുകളുടെ അടുക്ക് പോയി വളരെ സീരിയസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇവൻ്റെ ഈ സീരിയസ് ആയിട്ടുള്ള ഇതൊക്കെ കാണുമ്പോഴേക്ക് മറ്റവനൊരു മന്ദസ്മേരത്തോടുകൂടി, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി, വളരെ അഗണ്യ കോടിയിലാണിതെല്ലാം എന്നുള്ള മട്ടിൽ പെരുമാറി കാണിക്കും. എനിക്കല്ലേ അറിയുള്ളൂ, എൻ്റെ ബുദ്ധിമുട്ടെന്നൊക്കെയുള്ള മട്ടിലാണ് ചെല്ലുന്നത്. അവസാനം തിരിച്ചു പോരാൻ നേരത്ത് ബുദ്ധി എങ്ങും മുട്ടിയില്ല എന്ന് തോന്നി തിരിച്ചു പോരേണ്ടി വരും. കണ്ടിട്ടില്ല? ഹാസ്യത്തിൽ രതിയുള്ളവർ, ഹാസരത. എവിടെയൊക്കെ ഹാസ്യമുണ്ടോ അവിടെയൊക്കെ മായയുണ്ട്. ഹാസോ ഉന്മാദകരീചമായ, ആ പുഞ്ചിരി, ഉന്മാദം എന്ന് പറയുന്നത് തീരെ മോശമായ സാധനമല്ല. മോദം, പ്രമോദം, ഉന്മാദം. ഉന്മത്തവത്, പിശാചവത്, മൂഢവത്, ബാലവത്, ഇങ്ങനെയൊക്കെ ഭാവങ്ങളുണ്ട്. മൂഢനല്ല, മൂഢവത്, മൂഢനെ എന്ന പോലെ. ഉന്മാദിയല്ല, ഉന്മത്തനെ പോലെ. പോലെ എന്ന് പറയുമ്പോൾ അതല്ല, മനസ്സിലായില്ല. ബാലനല്ല, ബാലനെ പോലെ ഒക്കെ കാണിക്കും. ഇപ്പൊ ഹാസം, ഹാസരത്തെ, ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ. ശിഖരി ശിരോമണി തുംഗ ഹിമാലയ, അത്യുച്ഛനായ ഹിമവാന്റെ, ഏറ്റവും ഉയരമുള്ളത് ഹിമവാനാണ്. ആ ഹിമവാന്റെ ശിഖരത്തിൽ, ആ ഹിമാലയ ശൃംഗത്തിനും ശിരോമണിയായ, അതിൻ്റെ തലയ്ക്കും കിരീടമായ, ശിരോമണിയായ. പദങ്ങൾ എത്ര ഭംഗിയായി പോകുന്നു നോക്കുക. ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗനിജാലയ മധ്യഗതേ. സമസ്ത പദമാണ് എങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു നോക്കുക. ഭാഷ എങ്ങനെ ഒഴുകുന്നു ഒരു കവിക്ക് നോക്കുക.
പർവ്വതരാജനായ ഹിമാലയത്തിൻ്റെ ശൃംഗത്തിന് കിരീടമായിട്ട് വിലസുന്ന കൈലാസത്തില് അതിൻ്റെ മധ്യത്തില് തൻ്റെ വാസസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളവർ കൈലാസവാസിനി എന്ന് വിളിച്ചാൽ മതി. പക്ഷെ അത് കൈലാസവാസിനി എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങളൊന്നും അവിടെ വന്നില്ല. ഇതെത്ര വിശേഷണങ്ങളും വിശേഷണങ്ങളുടെ വിശേഷണങ്ങളും ഉണ്ടെന്ന് നോക്കുക. ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ. ഹിമവാന്റെ ഉന്നത ശൃംഗത്തിന് അലങ്കാരമായ കൈലാസത്തിലെ തൻ്റെ വാസസ്ഥാനത്തിൻ്റെ മധ്യഭൂമിയിലിരിക്കുന്നവളെ, അതിൻ്റെ കുടുംബിനിയായിട്ടുള്ളവളെ, ഹിമവത് ശൃംഗത്തില് കൈലാസ ശിഖരത്തില് ശിവകുടുംബത്തില് കുടുംബിനിയായി എല്ലാത്തിനെയും ഭരിക്കുന്നവളെ. എത്ര ഭംഗിയുണ്ട്. അപ്പോൾ എവിടെയാണ് വിളിരിക്കുന്നത്? എവിടെ എവിടെ എവിടെയായി ശൃംഗ ഹിമാലയം? വെഷ്ടിയിൽ സഹസ്രാരത്തിൽ. വെഷ്ടിയിൽ സഹസ്രാരത്തിൽ ഭാരതഭൂമിയെ വെച്ച് പറയുമ്പോൾ ഹിമാലയത്തിൽ. കൈലാസം എവിടെയായിരിക്കുന്നത്? കൈലാസം എവിടെയായിരിക്കുന്നത്? സഹസ്രാരത്തിൽ. സഹസ്രാരത്തിൽ അവിടേക്കായി യാത്ര. ഓരോ ചക്രങ്ങളും കടന്ന് അഷ്ടമചക്രത്തിൽ ലലനാചക്രവും സഹസ്രാരചക്രവും ചേർന്ന് അഷ്ടചക്രങ്ങളോടുകൂടിയ അഷ്ടചക്ര ഉപരി സംസ്ഥിതയായ ദേവി. തന്ത്രാരാധനയിൽ ഷഡ്ചക്രങ്ങളെന്നും അഷ്ടചക്രങ്ങളെന്നും രണ്ട് സങ്കേതങ്ങളുണ്ട്. അഷ്ടചക്ര ഉപാസന വൈദികമാണ്. ആ അഷ്ടചക്ര ഉപരി സംസ്ഥിതയായ ദേവി ഇത് തന്ത്രാഗമങ്ങളെ വെച്ച് പഠിച്ചാൽ രസകരമാണ്. ഇതിലിപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഇപ്പം ശിഖരി ശിരോമണി തുംഗ ഹിമാലയ ശൃംഗ നിജാലയ മധ്യഗതേ. ആ നിജാലയം തൻ്റെ വാസസ്ഥാനം, അതിൻ്റെ മധ്യത്തിലിരിക്കുന്നവൾ, അതിൻ്റെ കേന്ദ്രസ്ഥാനീയയായിട്ടുള്ളവൾ, കുടുംബിനിയായിട്ടുള്ളവൾ എന്നർത്ഥം. മധു മധുരേ മധു കൈഢഭ ഗഞ്ജിനി. മധു തേൻ പോലെ മധുരമായ, അതായത് തേൻ വസന്തത്തിൻ്റെ സംഭാവനയാണ്. വസന്തകാലത്തിലെ പൂക്കളിലൂറുന്ന മധുപോലെ അമൃതത്വമുള്ളവളായിട്ടുള്ള മധുമധുരേ മധുകൈഢഭഗഞ്ജിനി, മധുകൈഢഭന്മാരെ നിഗ്രഹിച്ചവളെ. അതാ ചേർച്ച. മധുപോലെ മനോഹരയായിരിക്കുന്നവളും മധുകൈഢഭന്മാരെ നിഗ്രഹിച്ചവളും. ആദ്യത്തെ മധു തേനാണെങ്കിൽ രണ്ടാമത്തെ മധു അസുരനാണ്. മധുകൈഢഭന്മാർ, മധുകൈഢഭന്മാരെ നിഗ്രഹിക്കുന്നത് ദേവിയാണ്. മധുകൈഢഭവിദ്രാവി വരദ രൂപം ദേഹി യശോദേഹി ദിശോജഹി. എവിടെയാ എവിടെയാ ദേവി മാഹാത്മ്യം. ഏത്? അർഗളമോ കവചമോ കീലകമോ? വായിച്ചിട്ടില്ല, പോയി വായിക്കേ.
ദേവീമാഹാത്മ്യമൊക്കെ പഠിക്കണം. ചണ്ഡീപാഠം നാഗോജി ഭട്ടിയെയും ഒക്കെ വെച്ച് പഠിക്കണം. കേരളത്തിലൊരു കാലത്ത് നിരന്തര പാഠമുണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണത്, സപ്തശതി, ചണ്ഡീപാഠം. അതിലും കാണാം ആ ചണ്ഡികയാണ് മധുവിനെയും കൈഡഭനെയും നിഗ്രഹിച്ചത്. മധുവും കൈഡഭനും രണ്ട് അസുരന്മാരാണ്. ഇടത്തും വലത്തും ചെവികളിലെ കർണമലത്തിൽ നിന്നുണ്ടായവരാണ്. പ്രമേയ പ്രമാണ ദോഷങ്ങളാണ്, പ്രമേയ പ്രമാണ ശങ്കകളാണ്. പ്രമേയാന്തർഗത ശങ്കകളും പ്രമാണാന്തർഗത ശങ്കകളുമാകുന്ന രണ്ട് അസുരന്മാരാണ് മധുവും കൈഡഭനും. വിശ്വാസങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന കൈഡഭഗീതിയും ബുദ്ധിയിൽ വിള്ളലുണ്ടാക്കുന്ന മധുഗീതിയുമാണ് ആധുനിക വിദ്യാസരിത്തിൽ മനുഷ്യൻ നേടുക. വിദ്യ പ്രാപ്തമാകാൻ പോകുന്നതിന് മുമ്പ് ദേവിയെ ഉപാസിച്ച് മധുകൈഡഭ നിഗ്രഹം കഴിഞ്ഞ് മധുസൂദനനായി വേണം വിദ്യ കരഗതമാകാൻ. കേട്ടിട്ടില്ല? മധുസൂദനനാകണം. മധുസൂദനനാണോന്നറിയാനൊരു വഴിയുണ്ട്. വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ നോക്കിയാൽ മതി. ഇത്രയും കാലം നിങ്ങളുടെ പിള്ളേരെ വളർത്തി നിങ്ങൾക്ക് കഞ്ഞിയും വെച്ച് തന്ന് കറിയും വെച്ച് തന്ന് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്നോടിത് പറയണം. ചൂടാകുമ്പോൾ ഭർത്താവ് പറയും, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇനി അത് പറഞ്ഞാൽ മതി, എൻ്റെ തലയെ കയറിയിരുന്ന്, ഞാനല്ലേ കേട്ടത് എന്ന് പറഞ്ഞ് ചൂടാവും. അപ്പം അയാൾ വീണ്ടും പറയും, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളിത് ഒരു പ്രാവശ്യമല്ല പലപ്പോഴായി പറയുന്നു. കേട്ടത് ഞാനാണ്. വാക്കിന് കേട്ടവനാണോ അർത്ഥം നിശ്ചയിക്കാൻ അധികാരം പറഞ്ഞവനാണോ? പറഞ്ഞവനാണെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവർ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ ചെവിയിൽ മധു ഇരിപ്പുണ്ട്, കൈഡഭൻ ഇരിപ്പുണ്ട്. നമ്മളെ തമ്മിൽ തെറ്റിക്കുന്നത് ഈ മധുവും കൈഡഭനുമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറഞ്ഞതോടുകൂടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കാണ് തെറ്റുപറ്റിയത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പിൻവാങ്ങുമോ? ഞാൻ പിൻവേങ്ങേണ്ടതാണോ എന്ന് ചോദിച്ചില്ല. അത്രയും ബുദ്ധി കിടന്ന് കളിക്കണ്ട. അതിന് പകരം പിൻവാങ്ങുമോ എന്നാണ് ചോദിച്ചത്. ഭർത്താവിനെ പറഞ്ഞുവിട്ട് പിന്ന് മേടിക്കുമായിരിക്കും, അല്ലാതെ പിൻവാങ്ങുകയല്ല. ശരിയല്ല. വീണ്ടും തർക്കിക്കും, വീണ്ടും ബഹളം ഉണ്ടാക്കും. എന്നാൽ ഈ ശുംഭൻ, ഈ ഏഭ്യൻ, ഇവനിപ്പോൾ അറിയാം തൻ്റെ വാക്ക് ഭാര്യ തെറ്റിദ്ധരിച്ചായി വഴക്ക് മുഴുവൻ ഉണ്ടായത്, സ്വസ്ഥത മുഴുവൻ പോയത്. 2 ആഴ്ച കഴിഞ്ഞ് ഇവള് വർത്തമാനം പറയുമ്പോൾ ഇവനും ചാടിക്കറി പറയും. പകയോളം വയർത്ത്, അമ്മയെയും വെറുപ്പിച്ച്, അച്ഛനെയും വെറുപ്പിച്ച്, ബന്ധുക്കളെ മുഴുവൻ കൈവിട്ട്, ഒരാൾക്കും കണ്ണിൽ കണ്ടുകൂടാതെ നീയൊരുത്തിയെ ശരണമെന്ന് പറഞ്ഞിറങ്ങിത്തിരിച്ച് നിനക്ക് വേണ്ടി ജീവിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നീ തന്നെ ഇത് പറയണം എന്ന് പറഞ്ഞ് ഇവൻ ചൂടാവും. അപ്പോൾ ഇവള് പറയും, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇനി അത് പറഞ്ഞാൽ മതി. അവൾ പറഞ്ഞ പോലെ തന്നെ, ഞാനല്ലേ കേട്ടത്. ഏഭ്യൻ ഇവൻ്റെ ഹൃദയം മുമ്പ് വേദനിച്ചതാണെങ്കിൽ ഇപ്പം അവൾ പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശരി, എനിക്കും പണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നീ സമ്മതിച്ചില്ല, ഞാൻ അന്ന് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നീ സമ്മതിച്ചോ? ഇല്ല. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ മനുഷ്യൻ്റെ വേദന എത്രയാണെന്ന്? നീ ഉദ്ദേശിച്ചത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. അതുകൊണ്ട് വഴക്കിനി വേണ്ടാന്ന് പറഞ്ഞ് അവൾക്കും അറിവേകി മര്യാദയ്ക്ക് ജീവിക്കുമോ ഈ ശുംഭൻ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഇല്ല. അപ്പം പിന്നെ രണ്ടും നല്ല ചേർച്ചയല്ലേ, ചക്കിക്കൊത്ത ചങ്കരൻ. ജീവിതം ഇങ്ങനെയാണ് പോകുന്നത്.
മറിച്ച് ജീവിതത്തെ ശരിയായി കാണുകയാണെങ്കിൽ ആദ്യം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏത് ജീവിതത്തിനായാലും മധുകൈടഭ നിഗ്രഹം വേണം. മധു വൈകാരിക തലങ്ങളിൽ മധുരോദാരമായി മൊഴിഞ്ഞ് മനസ്സിനെ തെറ്റായ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവൻ മധുവാണ്. ആരെങ്കിലും വേദനിച്ച് നിൽക്കുമ്പോൾ ഈ ആസുരി സമ്പത്തിയുള്ളവർ വന്നാൽ ആരെയാണോ എതിർക്കുന്നത് അവനെതിരെ 2 വാക്കൂടെ പറഞ്ഞ് എരിവ് കയറ്റും. മനസ്സിലായില്ല? 2 ന്യൂസും കൂടെ പുതുതായി ഉണ്ടാക്കി പറയും. ഞാൻ അതിലേ പോയപ്പോൾ അല്ലെങ്കിലും അവൻ പറയുന്നത് കേട്ടാ 2 അടിക്ക് വകയുള്ളതാ, കൊടുത്തോ 2 എണ്ണം എന്ന മട്ടിൽ പറയും. അപ്പം ഈ മധു കയറിയിരിക്കുന്നിടത്തേക്കാണ് വീണ്ടും മധു പകർന്നു കൊടുക്കുന്നത്. ഇത്തരം ആളുകളാണ് കുഴപ്പത്തിലെത്തുക. അങ്ങനെയുള്ള മധുവിനെ കൊന്നവളെ, ഗഞ്ജിനി നശിപ്പിച്ചവളെ, കൈഡഭഗഞ്ജിനി, കൈഡഭനെ കൊന്നവളെ. മധുവും കൈഡഭനും 2 അസുരന്മാരാണ്. കൈഡഭഭഞ്ജിനി രാസരഥേ, കൈഡഭൻ രാസരഥൻ വിഷ്ണു. വിഷ്ണുവിൻ്റെ രാസത്തിൽ രതിയുള്ളവളെ രാസരഥേ. ആദ്യത്തെ കൈഡഭ ഗഞ്ജിനി കൈഡഭനെ വധിച്ചവൾ. രണ്ടാമത്തെ കൈഡഭ ഭഞ്ജിനി രാസതൽപരയായിട്ടുള്ളവളെ, രതിലോലയായിട്ടുള്ളവളെ. ഹേ മഹിഷാസുരമർദിനി, അല്ലയോ മഹിഷാസുരനെ വധിച്ച അമ്മേ, മനോഹരമായ കേശഭാരത്തോടുകൂടിയ ഹേ ദേവി ഹിമാലയപുത്രി, അവിടുന്ന് ജയിച്ചാലും ജയിച്ചരുളിയാലും ഈ ലോകത്തിന് അമ്മയായിട്ടുള്ള എൻ്റെ അമ്മേ, കദംബവനത്തിൽ വസിക്കുന്നതിൽ പ്രിയമായിട്ടുള്ളവളെ, ഹാസ്യ വിലാസവതിയായിട്ടുള്ളവളെ, വിനോദിനിയായിട്ടുള്ളവളെ, കൈലാസവാസയായിട്ടുള്ളവളെ, മധുരങ്ങളായ സ്വഭാവങ്ങളോടുകൂടിയവളെ, മധുകൈഡഭവിദ്രാവിയായിട്ടുള്ളവളെ, രാസലോലയായിട്ടുള്ളവളെ, മനോഹരമായ ചിഗുരഭാരത്തോടുകൂടിയവളെ, ഹേ പർവ്വത രാജകുമാരി മഹിഷാസുരമർദിനി, അവിടുന്ന് ജയിച്ചാലും വിജയിച്ചരുളിയാലും. ഐശത ഖണ്ഡ വിഖണ്ഡിത രുണ്ട വിതുണ്ടിത ശുണ്ഠ ഗജാധിപതേ, രിപുഗജഗണ്ഡ വിദാരണ ചണ്ഡപരാക്രമ ശൗണ്ഡമിഘാധിപതേ, നിജഭുജദണ്ഡ നിപാതിത ചണ്ഡ നിപാതിത മുണ്ട പടാധിപതേ, ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. അപ്പം സ്വന്തം അമ്മയെ വിളിച്ച് എന്നിലുള്ള മഹിഷാസുരാദികളെ മുഴുവൻ മർദ്ദിക്കുവാൻ പാകത്തിന് തന്നിലേക്ക് വരുന്നു എന്ന് സങ്കൽപ്പിച്ച് ആ ഭാവത്തോടുകൂടി ചൊല്ലിയാൽ ദേവി പ്രത്യക്ഷമാകുമെന്നാണ്. അങ്ങനെയാണ് പറയുന്നത്. അത്രയും ഭാവത്തിൽ ഐ ശതഖണ്ഡ വിഖണ്ഡിത രുണ്ട വിതുണ്ടിത ശുണ്ഠ ഗജാധിപതേ. ഭാഷയിൽ എത്ര പദങ്ങളുണ്ടെന്ന് ഏതാണ്ട് ബോധ്യമാവും. ഇത്തരം പദങ്ങളൊക്കെ നാവിന് വഴങ്ങി ശീലിച്ചാൽ പദങ്ങൾ അതിന് സ്ഥാനങ്ങളുണ്ട്. ഉപപത്മങ്ങൾ, ദന്ത്യങ്ങൾ, ഓഷ്ഠ്യങ്ങൾ, കണ്ഠ്യങ്ങൾ, കണ്ഠതാലവ്യങ്ങൾ, താലവ്യങ്ങൾ, ഇങ്ങനെയൊക്കെ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ നിന്ന് ശബ്ദം ഉയർന്നു വരുന്നത് സാധന ചെയ്ത് ആ ശബ്ദഘോഷം ആ സ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അതാത് ദേവതകൾ ഉണരുന്നു എന്നാണ് പ്രാചീന സങ്കല്പം. അതുകൊണ്ടാണ് ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ ഫൊണറ്റിക്സ്, അതിൻ്റെ ശബ്ദവിന്യാസ ശാസ്ത്രം, സ്വരവിന്യാസ തന്ത്രം പഠിക്കുന്നത്. സ്വരസ്ഥാനങ്ങളുണ്ട്.
ആ സ്ഥാനങ്ങളിലൂടെ കൃത്യമായി ഉച്ചരിച്ച് ശീലിക്കുക. സ്വരസ്ഥാനങ്ങൾ രോഗം വന്നാൽ ഉച്ചാരണ വൈകല്യമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഉച്ചാരണ വൈകല്യങ്ങൾ രോഗങ്ങളെ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കും പ്രാചീന വൈദ്യശാസ്ത്രം. ഇതൊരു ശാസ്ത്രശാഖയാണ് പ്രാചീന വൈദ്യശാസ്ത്രത്തിൽ. ഉച്ചാരണ വൈകല്യങ്ങൾ മുജന്മത്തിലെ ഉച്ചരിച്ചു വൈകല്യം വന്നവയുടെ ഭാവങ്ങൾ ഈ ജന്മത്തെ പാപനിഷ്ഠങ്ങളായ രോഗങ്ങൾക്ക് കാരണമായി തീരുമോ? മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉച്ചാരണ വൈകല്യങ്ങൾ കുട്ടികളിൽ രോഗങ്ങളായി മാറുമോ? മഹാജ്ഞാനിയായ അഷ്ടാവക്രൻ ഗർഭസ്ഥാവസ്ഥയിൽ കിടക്കുമ്പോൾ പിതാവ് വേദാഘോഷത്തിൽ ഉച്ചാരണ വൈകല്യം വരുത്തുന്നത് തനിക്ക് തന്നെ രോഗാതുരത്വമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി പിതാവിനെ ശകാരിക്കുന്നൊരു കഥയുണ്ട്. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. നിങ്ങൾ പഠിക്കുക, പിതാവ് ശപിച്ചു എന്നല്ല, ഉച്ചാരണ വൈകല്യം കൊണ്ട് തന്നെ പുത്രൻ 8 വക്രനായി തീർന്നു. 8 വളവാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതിനൊക്കെ എത്ര വളവുണ്ടാകണം? അതിശയോക്തിയില്ലാതെ ഉള്ള വളവല്ല ഇതിൻ്റെ ബലമാണ്. ഉച്ചാരണ വൈകല്യങ്ങളോടുകൂടി എന്തെന്ത് ശബ്ദഘോഷങ്ങളാണ് സീരിയലുകളിലും സിനിമാറ്റിക് ഡാൻസിലും ഒക്കെ നടക്കുന്നത്. ശരിയല്ല. ഉച്ചാരണ വൈകല്യങ്ങളുടെ ഘോഷയാത്രയാണ്. ശബ്ദം എങ്ങനെയൊക്കെ പ്രയോഗിക്കണമെന്നറിയാതെ എന്തോ കോപ്പിരാട്ടിയൊക്കെ കാണിക്കുന്നത് ആനന്ദപ്രദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഗർഭിണി പോയിരുന്ന് ഇതെല്ലാം കണ്ടിട്ട് വരുമ്പോൾ കാല് വളഞ്ഞും കൈവടഞ്ഞും നടുവളഞ്ഞും ജനിക്കുന്ന സന്താനങ്ങളെ കൊണ്ട് ഒരു സംസ്കൃതി മുഴുവൻ നിറയുന്നത്. ആധുനിക ലോകവും ഭരണാധികാരികളും വൈദ്യശാസ്ത്ര സമൂഹവും ഒന്നും അറിയാതെ കടന്നു പോവുകയാണ്. മനസ്സിലായില്ല, പിടികിട്ടിയില്ല. അതുകൊണ്ട് മക്കളെയൊക്കെ ഗർഭിണിയാക്കിയിട്ട് കൊണ്ടുപോയി ഇതിൻ്റെ മുമ്പിലിരുത്തി പെട്ടിയും ഓൺ ചെയ്ത് വെച്ചു കൊടുത്ത് ഈ ഡാൻസൊക്കെ കേൾപ്പിക്കുക. ഇപ്പോൾ ചിലതിന് കാല് കാണുകയില്ല, ചിലതിന് തല കാണുകയില്ല, ചിലതിന് അവിടം വീർത്തിരിക്കും, ചിലതിന് ഇവിടം തളർന്നിരിക്കും. ഇങ്ങനെയുള്ളതൊക്കെ ജനിക്കും. എന്നിട്ട് ഈ കണ്ടതിൻ്റെയൊക്കെ സൗകുമാര്യതയും പറഞ്ഞ് ജീവിക്കാം. അവസാനം ഇതിനെ 2-4 ലക്ഷത്തിന് വല്ലവർക്കും പിടിച്ചു കൊടുത്ത് വീട്ടിൽ നിന്ന് ബാധ ഒഴിപ്പിക്കാം. ശരിയല്ല. ദേഷ്യം വരുന്നുണ്ടാവും. ദേഷ്യം വരുന്നില്ല, വരേണ്ടതാണ്. ഇത് പഠിച്ചില്ലല്ലോ നേരത്തേന്നോ? പറഞ്ഞു തന്നതായിരുന്നല്ലോ വല്യമ്മയും വല്യപ്പനും ഒക്കെ. ഇതൊക്കെ അറിഞ്ഞിരുന്നല്ലോ, വല്യപ്പനും വല്യമ്മയ്ക്കും ഒക്കെ അറിഞ്ഞിരുന്നു. മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ വല്യമ്മയും വല്യപ്പനും ഒക്കെ പറഞ്ഞതല്ലേ. ചക്ക മുറിക്കരുത്, കുമ്പളങ്ങ മുറിക്കരുത്, നല്ല പാട്ടുകളെ കേൾക്കാവൂ, വല്ല വിഷ്ണു സഹസ്രനാമോ അതോ ഇതൊക്കെ ഇരുന്ന് ജപിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നതല്ലേ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് മുഖത്ത് കാർക്കിച്ചു തുപ്പി കടന്നു പോകുന്നതല്ലേ. പുതുതായിട്ട് കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രാത്രിയിൽ ഇനി അവരറിയാതെയെങ്കിലും പോയി ആ കാൽപാദത്തിൽ തൊട്ട് വന്നിക്ക്. പറ്റിയില്ല, മരിച്ചു പോയെങ്കിൽ 2 തുള്ളി കണ്ണുനീർ ഇതിനെല്ലാം കൂടെ പശ്ചാത്താപമായി ആ പട്ടടയിൽ ഇറ്റിക്ക്, പുണ്യമുണ്ടാവും. എന്നിട്ട് ജീവിക്കുക, ജീവിതം മാറും. ജീവിതത്തിന് പുതിയ താളമുണ്ടാവും. ഏത് പ്രായത്തിലും ജീവിതത്തിൻ്റെ താളക്രമം മാറിക്കിട്ടും, രോഗങ്ങൾ അറ്റുപോകും. അതുകൊണ്ട് പദാർത്ഥ വിജ്ഞാനം പ്രാചീനൻ്റെ ഭാഷയിൽ പഠിക്കണം. അപ്പം ശബ്ദം, ഇനി എത്ര ശബ്ദമുണ്ടെന്ന് നോക്കുക. വെറും ഗണിതയുക്തിയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങൾ പെറുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചൊല്ലിയ ഏത് ശ്ലോകം എടുത്തോളൂ, അതിൽ പദങ്ങളിങ്ങനെ പെറുക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ പദങ്ങൾ ഉണ്ടായിരുന്നോ ഈ ഭാഷയിൽ? മനോരമ വായിച്ച് നശിച്ച നാട്ടുകാർ.
അല്ലേ? ഭാരതത്തിൻ്റെ ഭാഷാശാസ്ത്രം തേടി പ്രഭാതത്തിൽ മനോരമ വായിച്ച് ഭാഷാശുദ്ധി അകന്ന ഒരു ജനത. ശരിയല്ല. നൈസർഗിക ചോദന കളഞ്ഞു കുളിച്ച് സർഗശേഷി ഇല്ലാതാക്കി വളർന്നവർ ഒരു തിരിച്ചുപോക്കിനിടയുണ്ടെങ്കിൽ, ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെങ്കിൽ നല്ല ആലോചിക്കുക. അപ്പം മനസ്സിലാവും ഇത്.